അതായത് ഇന്ന് രാജ്യത്തെ മുൻനിര പത്രങ്ങളായ ഇംഗ്ലീഷ് പത്രങ്ങളായ ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വലിയൊരു ബഹുവർണ്ണ ചിത്രമാണ് ഒന്നാം പേജിലുള്ളത്. ചന്ദ്രശേഖർ റാവുവിൻ്റെ മുൻ തെലങ്കാന മുഖ്യമന്ത്രി BRS ഭാരത് രാഷ്ട്ര സേന എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കിയ കവിത അവർ പുതിയ TRS എന്ന് പറയുന്ന തെലങ്കാന രാഷ്ട്ര സമിതി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി പ്രവർത്തിക്കുന്നതായിരുന്നു. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ UPA ചെയർപേഴ്സണായിരിക്കുമ്പോൾ ആന്ധ്രയും തെലങ്കാനയുമായി രണ്ട് സംസ്ഥാനം രൂപീകരിച്ചു. എന്നാൽ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം രാജ്യത്തെ രാഷ്ട്രീയത്തെ കൊടുംവഞ്ചന എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ചതിയുടെ കഥ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ചന്ദ്രശേഖർ റാവു പറഞ്ഞു, ഞാൻ അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നു. കയ്യിലുള്ള ആന്ധ്ര പോവുകയും ചെയ്തു, തൊട്ടപ്പുറത്തെ തെലങ്കാനയിൽ ചിത്രത്തില്ലാതെ കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് BJPക്കൊപ്പം പോകാനാണ് സാധ്യത. BJPക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് തെലങ്കാനയിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള ഒരു വഴി കവിതയിലൂടെ തുറന്നു കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനു വേണ്ടിയിട്ടായിരിക്കണമല്ലോ. കാര്യം രാഷ്ട്രീയമാണ്, എപ്പോഴെങ്ങോട്ട് വേണമെങ്കിലും മാറാം. അച്ഛനും മകളുമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞതുപോലെ രേവന്ത് റെഡ്ഡിയെ താഴെ ഇറക്കാൻ കവിതയ്ക്ക് BJPക്ക് കൈകൊടുത്താൽ കവിതയ്ക്ക് കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. തെലങ്കാന സംസ്ഥാനത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ആരുടെയും കൂട്ടുവേണ്ട എന്നതാണ് സ്ഥിതി. രേവന്ത് റെഡ്ഡി രാഷ്ട്രീയ ചാണക്യനാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം പൂജ്യത്തിൽ നിന്നാണ് കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ച ഒരു മാജിക് തന്നെയാണ് രേവന്ത് റെഡ്ഡി നടത്തിയത്. രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിന്റെ ശൈലിയിൽ ആന്ധ്രയിൽ ആന്ധ്രാപ്രദേശ് ആയിരുന്ന സമയത്ത് തെലുങ്കുദേശം പാർട്ടിയുടെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ആന്ധ്രയിലേക്ക് തിരികെ കൊണ്ടുവന്നത് കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടന്ന YS രാജശേഖർ റെഡ്ഡി എന്ന് പറയുന്ന യശശരീരനായ കോൺഗ്രസ് നേതാവ് നടത്തിയ പദയാത്രയാണ്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ അദ്ദേഹം നടത്തിയ പദയാത്രയിലൂടെയാണ് തെലുങ്കുദേശം പാർട്ടിയെ പരാജയപ്പെടുത്തി ആന്ധ്രാപ്രദേശിൽ ഭരണത്തിലേക്ക് വരാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. അതേ മാജിക്, അതേ നമ്പറാണ് ഈ രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ നടത്തി കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. അതായത് ഇന്ന് രാജ്യത്തെ മുൻനിര പത്രങ്ങളായ ഇംഗ്ലീഷ് പത്രങ്ങളായ ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വലിയൊരു ബഹുവർണ്ണ ചിത്രമാണ് ഒന്നാം പേജിലുള്ളത്. ചന്ദ്രശേഖർ റാവുവിൻ്റെ മുൻ തെലങ്കാന മുഖ്യമന്ത്രി BRS ഭാരത് രാഷ്ട്ര സേന എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കിയ കവിത അവർ പുതിയ TRS എന്ന് പറയുന്ന തെലങ്കാന രാഷ്ട്ര സമിതി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി പ്രവർത്തിക്കുന്നതായിരുന്നു. അച്ഛനും മകളും തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടാകാനുള്ള ഒരു കാരണം അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷമാണ്. തെലങ്കാനയ്ക്ക് ഒരു ചതിയുടെ രാഷ്ട്രീയ ചരിത്രം കൂടിയുണ്ട്. അതായത് ആന്ധ്രാപ്രദേശ് വിഭജിച്ച് ആന്ധ്രയും തെലങ്കാനയും രണ്ട് സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം ആവശ്യപ്പെട്ട് അവിടെ ഒരു പ്രക്ഷോഭം തുടങ്ങിയ സമയത്ത്, അവിടെ ഭാഷാ സമരം കൊടുമ്പിരി കൊണ്ട് അവിടെ സമരം തുടങ്ങിയ സമയത്ത് ഈ ചന്ദ്രശേഖർ റാവു സോണിയാഗാന്ധിയെ സന്ദർശിച്ചു. സോണിയാഗാന്ധിയോട് പറഞ്ഞു, നിങ്ങൾ ആന്ധ്രയും തെലങ്കാനയുമായി വിഭജിച്ച് രണ്ട് സംസ്ഥാനങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ സോണിയാഗാന്ധി പറഞ്ഞത് ആന്ധ്ര കോൺഗ്രസ് അതിൻ്റെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടുകയും YS രാജശേഖർ റെഡ്ഡി എന്ന കോൺഗ്രസ് നേതാവിലൂടെ ആന്ധ്രയിലെ നഷ്ടപ്രതാപം കോൺഗ്രസ് തിരിച്ചുപിടിച്ചു എന്ന് മാത്രമല്ല 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 39 സീറ്റും കോൺഗ്രസ് ജയിച്ചു വന്ന ഒരു സംസ്ഥാനം, കോൺഗ്രസിന്റെ ശക്തിദുർഗമായ കോട്ട വിഭജിച്ച് രണ്ട് സംസ്ഥാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ ശക്തി ക്ഷയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആന്ധ്രയിലെ ജനങ്ങൾ ഈ വിഭജനത്തിനെതിരാണ്. എന്നാൽ അവരുടെ എതിർപ്പിനെയൊക്കെ മറികടന്ന് ഈ സംസ്ഥാനം രൂപീകരിച്ചാൽ, തെലങ്കാന രൂപീകരിച്ചാൽ ഞങ്ങൾ കോൺഗ്രസിൽ ലയിക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ പാർട്ടി തെലങ്കാന രാഷ്ട്ര സമിതി എന്ന രാഷ്ട്രീയ പാർട്ടി, അന്നത്തെ TRS, ഞങ്ങൾ കോൺഗ്രസിൽ ലയിക്കാൻ തയ്യാറാണെന്ന് ഈ ചന്ദ്രശേഖർ റാവു സോണിയാഗാന്ധിയോട് പറയുന്നു. അപ്പോൾ സോണിയാഗാന്ധി സ്വാഭാവികം കരുതി ആന്ധ്രയിൽ ചെറിയ നഷ്ടമുണ്ടായാലും തെലങ്കാനയിൽ ഭരണം പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ സോണിയാഗാന്ധിക്ക് ഉണ്ടാകുന്നു. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ UPA ചെയർപേഴ്സണായിരിക്കുമ്പോൾ ആന്ധ്രയും തെലങ്കാനയുമായി രണ്ട് സംസ്ഥാനം രൂപീകരിച്ചു. എന്നാൽ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഈ രാജ്യത്തെ രാഷ്ട്രീയത്തെ കൊടുംവഞ്ചന എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ചതിയുടെ കഥ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ചന്ദ്രശേഖർ റാവു പറഞ്ഞു, ഞാൻ അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നു. കയ്യിലുള്ള ആന്ധ്ര പോവുകയും ചെയ്തു, തൊട്ടപ്പുറത്തെ തെലങ്കാനയിൽ ചിത്രത്തില്ലാതെ കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തു. അവിടെ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായി ചന്ദ്രശേഖർ റാവു ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ 18 സീറ്റ് കോൺഗ്രസിന് കിട്ടുന്നു. 18 സീറ്റിൽ പിന്നീട് 6 പേര് വെച്ച് ബാക്കിയെല്ലാം ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടിയിലേക്ക് തന്നെ തിരികെ പോകുന്നു. ചന്ദ്രശേഖർ റാവു കിരീടം വെക്കാത്ത രാജാവായി വിലസുമ്പോഴാണ് ഈ കോൺഗ്രസ് തുറുപ്പ് ചീട്ടായ രേവന്ത് റെഡ്ഡിയെ PCC അധ്യക്ഷ സ്ഥാനം ഏൽപ്പിക്കുന്നത്. അദ്ദേഹം MP ആണ്. അദ്ദേഹം നേരത്തെ തെലുങ്കുദേശം പാർട്ടിയിൽ നിന്നൊക്കെ പ്രവർത്തിച്ചാണ് കോൺഗ്രസിലേക്ക് വരുന്നത്. അദ്ദേഹം തെലങ്കാന മുഴുവൻ നടന്ന് പദയാത്ര നടത്തി YS രാജശേഖർ റെഡ്ഡി എങ്ങനെയാണോ ആന്ധ്രയിലേക്ക് തൻ്റെ രാഷ്ട്രീയ കോൺഗ്രസിനെ തിരിച്ചുകൊണ്ട് അതേ രൂപത്തിൽ തെലങ്കാനയിൽ വലിയ പദയാത്ര നടത്തി രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ ഒരു കൊടുങ്കാറ്റ് കണക്കെ കോൺഗ്രസിനെ കൊണ്ടുവരികയും ചന്ദ്രശേഖർ റാവുവിൻ്റെയും
ചന്ദ്രശേഖർ റാവു പേരൊക്കെ മാറ്റി BRS എന്ന രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപം നൽകി ഭാരത് രാഷ്ട്ര സേന ഡൽഹിയിലേക്ക് പ്രവർത്തനം കേന്ദ്രീകരിച്ച് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയാണ് തയ്യാറെടുപ്പൊക്കെ നടത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം അമ്പരപ്പിച്ചുകൊണ്ട് തെലങ്കാനയിൽ BRSന്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ എക്സ്പ്രേയുടെ പരസ്യം പോലെ പൊടി പോലും കണ്ടുപിടിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. അവിടെ അച്ഛനും മകളും മരുമകനൊക്കെയുള്ള തർക്കം തുടങ്ങുന്നു. പിന്നീട് ഡൽഹി മദ്യനയ കേസിൽ ഈ കവിതയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം കവിതയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ഇപ്പോൾ അച്ഛനെ വെല്ലുവിളിച്ച് കവിത TRS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ഈ തെലങ്കാന രാഷ്ട്രീയത്തിലേക്ക് BJPക്ക് എൻട്രി എളുപ്പമാക്കുന്ന തരത്തിലല്ലേ ഇപ്പോൾ കവിതയുടെ നീക്കം ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും അതെ. ഏതെങ്കിലും ഒരു ധാരണയുടെ പേരിലാണോ ഇത്തരം ഒരു പാർട്ടിയുമായി കവിത മുന്നോട്ട് പോകുന്നതെന്ന് പോലും അറിയാൻ കഴിയില്ല. കാര്യം എത്രയായാലും സോണിയാഗാന്ധി വളരെ എളുപ്പത്തിൽ ചതിച്ച അച്ഛന്റെ മകളാണല്ലോ. അപ്പൊ ചതിയുടെ രാഷ്ട്രീയം എന്തായാലും കവിതയ്ക്ക് വശമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ കവിത പറയുന്നത് അല്ലെങ്കിൽ കവിത മുന്നോട്ട് വയ്ക്കുന്നത് BRS എന്ന പാർട്ടി തെലുങ്ക് ദേശത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയി. ഒരുപാട് വികസനങ്ങളും തെലുങ്കാനയുടെ വികസനമായിരുന്നു, അല്ലെങ്കിൽ പ്രാദേശികവാദം തെലുങ്ക് ദേശത്തിന്റെ ഉന്നമനമായിരുന്നു, അല്ലെങ്കിൽ തെലുങ്ക് ദേശത്തിന്റെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണമെന്ന മുദ്രാവാക്യമായിരുന്നു BRS ആദ്യം ഉയർത്തിക്കാട്ടിരുന്നത്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. തെലുങ്ക് ദേശത്തിനോടുള്ള സ്നേഹം BRSന് ഇല്ലാതായി, നഷ്ടം വന്നു. ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതെല്ലാമാണ് തന്നെ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത്. ഇനി ഏത് മുന്നണിക്കൊപ്പമായിരിക്കും? സ്വാഭാവികമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാൻ എന്തായാലും കഴിയില്ല. അപ്പൊ ആർക്കൊപ്പമായിരിക്കും ഒത്തുചേരുന്നതല്ലോ? കോൺഗ്രസിനൊപ്പം വരുമോ, അതോ മറിച്ച് BJPക്ക്? എനിക്ക് തോന്നുന്നത് BJPക്കൊപ്പം പോകാനാണ് സാധ്യത. BJPക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് തെലുങ്കാനയിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള ഒരു വഴി കവിതയിലൂടെ തുറന്നു കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനു വേണ്ടിയിട്ടായിരിക്കണമല്ലോ. കാര്യം രാഷ്ട്രീയമാണ്, എപ്പോഴെങ്ങോട്ട് വേണമെങ്കിലും മാറാം. അച്ഛനും മകളുമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞതുപോലെ രേവന്ത് റെഡ്ഡിയെ താഴെ ഇറക്കാൻ കവിതയ്ക്ക് BJPക്ക് കൈകൊടുത്താൽ കവിതയ്ക്ക് കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. ഇത്തരം ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. തീർച്ചയായും തെലങ്കാന സംസ്ഥാനത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ആരുടെയും കൂട്ടുവേണ്ട എന്നതാണ് സ്ഥിതി. രേവന്ത് റെഡ്ഡി രാഷ്ട്രീയ ചാണക്യനാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം 0-ൽ നിന്നാണ് കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ച ഒരു മാജിക് തന്നെയാണ് രേവന്ത് റെഡ്ഡി നടത്തിയത്. അല്ല, കവിതയിലൂടെ BJPക്ക് അത്തരത്തിലൊരു മാജിക് കാണിക്കാൻ കഴിയുമോ? തീർച്ചയായും ഈ ചന്ദ്രശേഖർ റാവുവും BRSും അല്ലെങ്കിൽ ആദ്യത്തെ TRSും ഉയർത്തിയത് പ്രാദേശികവാദം തന്നെയാണ്. തെലുങ്ക് വാദം ഉയർത്തിയാണ് അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. അതുതന്നെയായിരുന്നു ചന്ദ്രശേഖർ റാവുവിന്റെ പ്രധാനപ്പെട്ട ആയുധവും. അതുകൊണ്ട് ആ മകൾ ആ ദൗത്യം ഏറ്റെടുത്താൽ കോൺഗ്രസിലേക്ക് പോയ ഒരു വിഭാഗം വോട്ടുകളും പഴയ ചന്ദ്രശേഖർ റാവുവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകളും തന്റെ പെട്ടിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കവിത സ്വപ്നം കാണുന്നത്. കവിതയെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഒരേ സമയം അവിടെ ചന്ദ്രശേഖർ റാവുവിന്റെ പ്രസക്തിയും അവസാനിപ്പിക്കാം, കോൺഗ്രസിനെയും അവസാനിപ്പിക്കാം എന്നൊരു ചിന്തയാണ് BJPക്ക് ഒരുപക്ഷെ ഉണ്ടാവുക. BJPയും കവിതയും കൈകോർക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി അതിനപ്പുറം അവർക്ക് ഈ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കും. കോൺഗ്രസ് അവരെ ചേർത്ത് പിടിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടാൽ, പക്ഷെ എൻ്റെ ഒരു നിരീക്ഷണ പ്രകാരം കോൺഗ്രസിന് നിലവിൽ ആരെയും ചേർത്ത് പിടിക്കാതെ തന്നെ തെലങ്കാനയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നെ BJPക്ക് ദക്ഷിണേന്ത്യയിൽ കർണാടകയ്ക്ക് ശേഷം മറ്റൊരു സംസ്ഥാനത്ത് കാലുറപ്പിക്കാൻ കഴിയും. ആന്ധ്രയിൽ അവർ തെലുങ്കുദേശം പാർട്ടിയുമായി ചേർന്നാണ് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തെലങ്കാനയിൽ കവിതയെ ചേർത്ത് പിടിച്ചവർക്ക് വേരുറപ്പിക്കാനുള്ള ഒരു നീക്കം നടത്താനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇതിനെല്ലാം ഏത് രൂപത്തിലാണ്? രാഷ്ട്രീയമാണ്. 1+1 0, 3, 2 ഒക്കെ ആകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് കവിതയുടെ തുടർ നീക്കം എന്താണെന്നൊക്കെ നമുക്ക് കണ്ടറിയണം. അതോടൊപ്പം തന്നെ എടുക്കുന്ന നിലപാട് എന്താണ് എന്ന അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ വിജയമോ പരാജയമോ ഒക്കെ കണ്ടെത്താൻ കഴിയും. തീർച്ചയായും ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ 3 വർഷത്തോളം ബാക്കിയുണ്ട് തെലങ്കാനയിൽ. അത് മാത്രമല്ല, കവിതയ്ക്ക് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും എന്നതും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ചന്ദ്രശേഖർ റാവു ഒരു ക്രൗഡ് പുള്ളറായ രാഷ്ട്രീയക്കാരനാണ്. തെലങ്കാനയിൽ ഒരുപാട് വികസനം ഹൈദരാബാദ് നഗരം ഉൾപ്പെടെ IT ഹബ്ബാക്കി മാറ്റിയതിൽ ചന്ദ്രശേഖർ റാവുവിന്റെ പങ്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. തെലങ്കാനയ്ക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിന്നിൽ കർഷകരും കർഷക തൊഴിലാളികളും യുവാക്കളും എല്ലാം അണിനിരുന്നത്. അവിടെ രേവന്ത് റെഡ്ഡിയുടെ ഒരു കരിസ്മാറ്റിക് രാഷ്ട്രീയമാണ് കോൺഗ്രസ് ഉപയോഗപ്പെടുത്തിയത്. രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിന്റെ ശൈലിയിൽ ആന്ധ്രയിൽ ആന്ധ്രാപ്രദേശ് ആയിരുന്ന സമയത്ത് തെലുങ്കുദേശം പാർട്ടിയുടെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ആന്ധ്രയിലേക്ക് തിരികെ കൊണ്ടുവന്നത് കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടന്ന YS രാജശേഖർ റെഡ്ഡി എന്ന് പറയുന്ന യശശരീരനായ കോൺഗ്രസ് നേതാവ് നടത്തിയ പദയാത്രയാണ്. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ അദ്ദേഹം നടത്തിയ പദയാത്രയിലൂടെയാണ് തെലുങ്കുദേശം പാർട്ടിയെ പരാജയപ്പെടുത്തി ആന്ധ്രാപ്രദേശിൽ ഭരണത്തിലേക്ക് വരാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. അതേ മാജിക്, അതേ നമ്പറാണ് ഈ രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ നടത്തി കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. അവിടെയാണ് ഇപ്പോൾ ചന്ദ്രശേഖർ റാവുവിനെയും രേവന്ത് റെഡ്ഡിയെയും BJPയെയും OWൈസിയെയും എല്ലാം വെല്ലുവിളിച്ച് ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ തെലങ്കാന രാഷ്ട്രീയത്തിലെ
ചാണക്യ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി ഉദയം ചെയ്യുമ്പോൾ അത് ആർക്ക് അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകുമെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഒരു ഭാഗത്ത് ആന്ധ്രയിലെ കോൺഗ്രസിന്റെ പ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് അവസാന തുറപ്പിച്ചിട്ട് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് YS രാജശേഖർ റെഡ്ഡിയുടെ മകൾ ഷർമിള റെഡ്ഡിയെയാണ്. ഷർമിള റെഡ്ഡി ഒരേ സമയം തൻ്റെ സഹോദരനോട് പോരാടുന്നു, അതേസമയം തന്നെ തെലുങ്കുദേശം പാർട്ടിയോടും പോരാടുകയാണ്. YSR കോൺഗ്രസിനോടും തെലുങ്കുദേശം പാർട്ടിയോടും പോരാടി ആന്ധ്രയിൽ കോൺഗ്രസിന്റെ നഷ്ടപ്രതാപം പിടിച്ചെടുക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഷർമിള റെഡ്ഡിക്ക് കോൺഗ്രസ് നൽകിയത്. തൊട്ടപ്പുറത്തെ അതേ സംസ്ഥാനത്ത്, അതായത് ആന്ധ്രാപ്രദേശ് വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനത്ത് അച്ഛന്റെ പാത പിന്തുടർന്ന ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ അവിടുത്തെ തൻ്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ തെലങ്കാന രാഷ്ട്രവാദത്തിന്റെ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കവിത പോരാട്ടത്തിനിറങ്ങുമ്പോൾ തെലങ്കാനയിലെ ജനങ്ങൾ ഏത് രൂപത്തിൽ ചിന്തിക്കും? അവർക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളൽ സൃഷ്ടിക്കാൻ കഴിയുമോ? BRS അവിടെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്നെല്ലാം നമുക്ക് കണ്ടറിയേണ്ട വസ്തുതകൾ തന്നെയാണ്.